വെള്ളടിക്കുന്നത് അടിപൊളി. ചട്ടിയണ്ട നമ്മള് പാചകം ആരംഭിക്കായിട്ടാ. ഇവിടെ വന്നൊരു ഒറ്റപ്പാലത്ത് വന്നിട്ട് പാചകം ചെയ്യുന്നത്. ചട്ടിയണ്ട, അടുപ്പ് കണ്ട, അടുപ്പ് ഇപ്പം സെറ്റ് ചെയ്തു. കറക്റ്റ് പാകം കട. അപ്പോൾ ഇന്നത്തെ പാചകത്തിൻ്റെ പറ്റി പറഞ്ഞില്ലേ നമ്മൾ. ഇന്നത്തെ പാചകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ചിക്കൻ വരട്ടിയത് അല്ലേ. പ്രതിഭേട്ടനാണ് കേട്ടോ ചെയ്യാൻ പോണത്. ചേട്ടനൊരു അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കും, പ്രതിഭേട്ടൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ, കയ്യാളായിട്ട്. ഇപ്പൊ കാറ്റുണ്ട്, പക്ഷെ നമ്മള് തീ വെക്കണോണ്ടേ. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ വല്ലാണ്ട് കുഴി കുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മള് ചട്ടി അടപ്പത്ത് വയ്ക്കുന്ന ചിക്കൻ്റെ ഒരു ചിക്കൻ വരട്ടിയതാണ് നമ്മൾ ചെയ്യാൻ പോണത്. സിമ്പിളായിട്ട്. ദേവരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടാ. പ്രദീപ് മേൽനോട്ടം വഹിക്കാൻ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ വരട്ടിയത് എന്നുള്ള സ്പെഷ്യൽ സാധനമാണ്. ചിക്കൻ വരട്ടിയത് പാലക്കാട് ജില്ലയുടെ ബോർഡർ എടപ്പാൾ കഴിഞ്ഞിട്ട് ആ ഭാഗത്തു നിന്നാണ് ഞാൻ അധികം കഴിച്ചു കിടക്കണേ. ചിക്കൻ വരട്ടിയത് പൊറോട്ടയാണ് ആ ഭാഗത്തുള്ള സ്പെഷ്യൽ. ചിക്കൻ വരട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിക്കൻ വളരെ ചെറിയ പീസായിട്ട് നുറുക്കി, ചിക്കൻ്റെ എല്ലുകളടക്കം അതിൽ കുഞ്ഞ പീസായിട്ട് കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നുറുക്കും. ആദ്യമായിട്ട് നമ്മൾ പാത്രം വെച്ചു. ഇനി അതിലേക്ക് ഇത് ചൂടായി തുടങ്ങി. അപ്പൊ നമ്മൾക്ക് ചിക്കൻ ഇടണം. ഇത് ഒരു കോഴിനെ കേട്ടാ നമ്മൾ വാങ്ങിച്ചോണ്ടത്. ഒരു കോഴി. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം, മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടാ. മഞ്ഞപ്പൊടിയൊക്കെ നമ്മളിവിടെ ചെയ്യുന്ന മഞ്ഞപ്പൊടികളാണ്. മഞ്ഞൾപ്പൊടി ഇടുന്നു. പിന്നെ എനിക്ക് ഉപ്പുപൊടി ഇല്ല. അതെ, സാധാരണ ഇത് കുക്കറിലാണ് വേവിക്കുക അല്ലേ? അതെ, കുക്കറിൽ ഒരു വിസിൽ വരെ കേട്ടിട്ട് തിളച്ച് വേവിക്കുകയാണ് സാധാരണ ചെയ്യാറ്. ഇനി ഇത് നമ്മൾ നന്നായി ഇളക്കി വേവിക്കും. മൂടിയിടണം നിർബന്ധമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഈ ബ്രോയിലർ ചിക്കൻ വേവാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. പിന്നെ നമ്മളിത് വെറുതെ ഇരിക്കല്ലേ, പറക്കാൻ പറയല്ലേ, വേറെ പറയാനുണ്ട് പ്രതിഭേട്ടനെ. ആള് വീടിന്റെ എപ്പിസോഡ് കണ്ട മനസ്സിലായില്ലേ, ആള് സംസാരപ്രിയനാണ്. ചിക്കൻ വരട്ടിയത് നമ്മള് തൃശ്ശൂർ ജില്ലക്കാരധികം കണ്ടിട്ടുണ്ടാവില്ലേ? ചിക്കൻ വരട്ടും, പക്ഷെ ഈ ടൈപ്പിൽ അല്ല നമ്മള് ചെയ്യാറ്. അല്ല, നമ്മള് തൃശ്ശൂര് കണ്ടിട്ടില്ലേ, കപ്പ കഴിക്കും, കപ്പ ദോശ, അങ്ങനെയുള്ള കോമ്പിനേഷനൊക്കെ അധികം നമ്മൾ തൃശ്ശൂർ. പാലക്കാട് ജില്ലയിൽ അങ്ങനത്തെ സംഭവില്ല. അവിടെ അധികം വേറെയാ. ഇവിടെ നമ്മുടെ നാട്ടിലാണ് കപ്പ ദോശ, കടല ദോശ ഇതൊക്കെ കഴിക്കും. അതൊക്കെ അവിടുത്തെ ഒരു കോമ്പിനേഷൻ സംഭവങ്ങളാണ്. ഈ ഭാഗത്താണ് ഈ ചിക്കൻ വരട്ടിയത്. മറ്റേ ചിക്കൻ പെരട്ടില്ല, ഇവിടെ വരട്ടല് മാത്രമല്ല. വരട്ടല് മാത്രമേ നമ്മള്. ഞാനിങ്ങനെയല്ല വിചാരിച്ചേട്ടാ. ഞാൻ വിചാരിച്ചത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു തവണ നമുക്ക് വെട്ടുകാട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഈ റബ്ബറായിരുന്നു. കുറച്ച് റബ്ബർ മൂത്ത് മുരടിച്ച് കഴിഞ്ഞപ്പോൾ അത് കടുമെട്ടിന് കൊടുത്തത്. വെട്ടി മുറിച്ച് കളയാനായിട്ടുള്ള ഇത് കൊടുത്തു. ഈ മരം വെട്ടുകാർ വന്നപ്പോൾ അവർക്ക് ഈ 2-3 ദിവസത്തെ പണിയുണ്ട്. അപ്പോൾ അവർക്ക് പാചകം ചെയ്യാനായിട്ട് ഒരു ക്രിസ്ത്യാനി ചേച്ചിന് വന്നത്, ഈ ചട്ടമുണ്ടൊക്കെ എടുത്തിട്ട്. ആ ചേച്ചി വന്നിട്ട് അവിടെ അടുപ്പ് കോഴി വാങ്ങിച്ചിട്ട് അവർക്ക് ഉച്ചയ്ക്ക് ചോറിനായിട്ട് വെക്കാനായിട്ട് കോഴിയൊക്കെ വാങ്ങിച്ചിട്ട്, കോഴി കഷ്ണങ്ങളാക്കി വാങ്ങിച്ചിട്ട് ആള് ഒരു അടുപ്പ് കൂട്ടിയിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിൽ ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഈ ചിക്കനിൽ ഇട്ടിട്ട് വെള്ളമൊന്നും വെച്ചില്ല ചേട്ടാ. തീ കത്തിച്ചടിച്ച് ചെറുതായിട്ട് അടിയിൽ തീ കത്തിച്ചിട്ട് ഈ വക സാധനങ്ങളൊക്കെ ഇട്ട് ചിക്കനും ഉപ്പൊക്കെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഒന്ന് ചൂടാക്കി. അപ്പോൾ ഈ ചട്ടി ചെറുതായിട്ട് ചൂടാവുണ്ട്. അപ്പോൾ ഈ പണിക്കാർ പറയണ്ടേ, അത് പെട്ടെന്ന് തന്നെ പണി കഴിയില്ല. ഇപ്പം തന്നെ ഞങ്ങൾ ഇപ്പോൾ ഈ നേരത്തെ ചോറുണ്ടല്ലോ, കാരണം ഇത് വെപ്പ് തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ആള് ഈ തീയൊക്കെ ഇങ്ങനെ കത്തി പിടിക്കുന്നതൊക്കെ കഴിഞ്ഞിട്ട് ഈ കനലുമ്മ നിർത്തി ഒരു 10 മിനിറ്റ് നേരം. കനലുമ്മ നിർത്തിയിട്ട് ഇറച്ചി ഒന്നായിട്ടില്ലേ, വെറുതെ ഒന്നും ഇതായിട്ടല്ലോ. എന്നിട്ട് ആൾ പറയാ, ഞാനേ വീട്ടില് മുണ്ടലക്കിയിട്ട് വരാന്ന്.
ആളെ വീട്ടിലേക്ക് കുറച്ച് ദൂരം ഉണ്ട് മുണ്ടാക്കിട്ട് വരാന്ന് അത് വരെ ഇങ്ങനെ മൂടി കിടക്കട്ടെ അത് അവരുടെ വെപ്പാണ് അങ്ങനെ എല്ലാം പിടിക്കാനായിട്ട് ഒരു പിന്നെ അത് ആള് ബിരിയാണി അത് ആള് മൂടി വെച്ചിട്ട് ആള് പോയി. അപ്പൊ പിന്നെ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ആള് വീട്ടിൽ പോയിട്ട് മുണ്ടലക്കലും വീട്ടിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് പിന്നെ അതിനെ ഈ സാധാരണ പോലെ തീ കത്തിച്ച് അപ്പൊ അത് ശരിക്ക് ഈ മസാല പിടിച്ചു എന്നുവെച്ചാൽ വെള്ളം ഒഴിച്ചിട്ടില്ലേ. എന്നിട്ട് പിന്നെ അതിന് ആളുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ മുരിച്ചെടുത്ത് അതിന് അവരെ ഒരു പ്രത്യേക. അപ്പൊ ഞാൻ വിചാരിച്ചു അങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് വെക്കാം. ഞാൻ അങ്ങനെയാ വിചാരിച്ചേട്ടാ. പക്ഷെ വേറെ കോഴിയുണ്ട്, നാടൻ കോഴി വെക്കലും ബ്രോയിലർ കോഴി വെക്കലും വ്യത്യാസമുണ്ട്. പിന്നെ ചിക്കൻ പെട്ടെന്ന് തന്നെ വന്ന് തുടങ്ങിയിട്ട് കാരണം വെച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ ഈ കോഴീനെ വെക്കുന്നത്. അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ വേവും. ഇതിപ്പോ കാണാൻ ഗ്ലാമറായിട്ടാ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായി കാരണം അല്ലേ. സിനിമയിലും മോഹം കാണിച്ചിട്ടുണ്ട്. ശരിയായിട്ടുള്ള നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡ് കിട്ടിയില്ലേ? ഏത് പടത്തിലായിരുന്നു? ഞാൻ പറയാം, അതിലേ ബീവറേജിൽ വരി നിൽക്കാനായിട്ടേ അതല്ല അജു വർഗീസിന്റെ മുന്നിൽ ഞാൻ നിൽക്കണം. അങ്ങനെ ഒരു ഭാഗം ഉണ്ടായിരുന്നു അതിന്റെ ബീവറേജിൽ വരി നിൽക്കണത്. അപ്പൊ ഞാൻ ഇങ്ങനെ നിൽക്കണം, ഞാൻ ബാഗൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാണ്. അപ്പോൾ അജു വർഗീസ് കുപ്പി വാങ്ങിച്ചിട്ട് ഇവിടെ നിൽക്കണം. ക്യാമറാമാൻ ഒക്കെ സെറ്റാണ്. അസിസ്റ്റന്റ് സംവിധായകൻ പറഞ്ഞു ചേട്ടൻ ഇവിടെ നിന്നോട്ടാ, ഇവിടെ നിന്ന് മാറാൻ പാടില്ലെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. നമ്മൾ ഇതായിട്ടാണ് പോയിട്ട് നമ്മുടെ എന്താ പറയുക ജൂനിയർ ആർട്ടിസ്റ്റില്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഷോട്ട് എടുക്കാറായപ്പോൾ സംവിധായകൻ ഏതാ ഈ വെള്ളമ ഒരു ചുവപ്പ് വരയിട്ട ചേട്ടൻ ആളവിടെ നിന്ന് മാറ്റി പറഞ്ഞു. അപ്പോഴേക്കും വേറെ 2 പേര് വന്നിട്ട് പറഞ്ഞു ചേട്ടൻ ഇവിടെ നിൽക്കണ്ട, ചേട്ടൻ അങ്ങോട്ട് നീങ്ങുന്നോളാൻ പറഞ്ഞു. അപ്പോൾ അജു വർഗീസിൻ്റെ അവിടെ നിന്ന് എന്നെ മാറ്റി ഒരു ഉയരം കുറഞ്ഞ് വേറെ ചെക്കൻ നിർത്തി. ഒരു കാണാൻ ഭംഗിയില്ലാത്ത തന്നെ ഞാൻ ഭംഗിയെന്ന് പറഞ്ഞപ്പോൾ പറയില്ല, വേറെ ചെക്കനെ കൊണ്ട് നിർത്തി. അങ്ങനെ അല്ല സംവിധായകനെ തോന്നിയിട്ടുണ്ടാവും. അല്ല കാര്യമാണ്, ഇത് 2 കാര്യമുണ്ട്. ഒന്ന് നമ്മുടെ കോസ്റ്റ്യൂം മറ്റ് അഭിനയിക്കുന്ന ആളെക്കാളും കളർഫുൾ കോസ്റ്റ്യൂം ആണെങ്കിൽ അങ്ങോട്ട് കണ്ടുപോകും. ക്യാമറയുടെ അവൾക്ക് നോക്കി. പിന്നെ ഞാൻ സൈസ് കൂടുതലുണ്ട്. നിങ്ങൾ 2 ഡ്രസ് ഇട്ട് നോക്ക്, കണ്ണ് ഓട്ടോമാറ്റിക്കലി റെഡ് അടിക്കും. മനസ്സിലായോ? അതാണ് അതിന്റെ പ്രത്യേകത. അതാണ് കോസ്റ്റ്യൂംസിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നത്. അതായത് നല്ല കടും കോസ്റ്റ്യൂംസ് ഇട്ടാൽ സിനിമയിൽ അവരെ മാറ്റി വേറെ ആൾ നിർത്തും. പിന്നെ ഹൈറ്റിട്ട് നോക്കുമ്പോൾ അജുവിന്റെ ഹൈറ്റ് നിങ്ങളുടെ ഹൈറ്റ് നിങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതാണ് മാറ്റി നിർത്തുന്നത്. അതായിരിക്കും അത് സംവിധായകന് ചിലപ്പോൾ അത് മനസ്സിലായിണ്ടാവില്ല. ക്യാമറാമാനും ഡയറക്ടർക്കും അത് ആംഗിളിൽ കൂടെ അവർക്ക് മനസ്സിലാക്കിപ്പോ ആ ചേട്ടനെ അവിടെ മാറ്റി അങ്ങനെ മാറി. അങ്ങനെ പിന്നെ കുറെ പോയില്ലേ. പിന്നെ ഞാൻ സരിതോട് പറഞ്ഞു ഞാൻ പിന്നെ പോണില്ലെന്ന്. പക്ഷെ അതുകൊണ്ട് വേറെ ഗുണമുണ്ട്. നിങ്ങളിപ്പോ ഒരു സിനിമാ താരങ്ങളുടെ അത്ര തന്നെ ഇതിന്റെ അകത്തുള്ള സൂപ്പർ, അതായത് നമ്മുടെ യൂട്യൂബിന്റെ കുറെ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ അതിലത്തെ സൂപ്പർ സ്റ്റാറുകളെ ഒരു 10 പേരെടുത്താൽ ഒരാള് നിങ്ങളായിരിക്കും കേരളത്തിലെ 10 സൂപ്പർ സ്റ്റാറുകളെ പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങളായിരിക്കും. ഈ സാധനേ നമുക്കൊന്ന് ബന്ധുള്ള നോക്കാം. ഭയങ്കര ചൂടാണ്. ബന്ധു ഉപ്പുണ്ട് കറക്റ്റ്. അപ്പൊ നമ്മുടെ ഇറച്ചി വെന്തു. അപ്പൊ ഇനി നമ്മളിത് കോരി കംപ്ലീറ്റ് എടുക്കാൻ പോവാണ് കേട്ടോ. ഇതില് നേരി വെള്ളമുണ്ട്, വെള്ളടക്കം കോരി ഞാൻ കോരി വെക്കട്ടെ. അപ്പൊ ഞാൻ പ്രദീപിനോട് ചോദിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടാ. ആളിങ്ങീട് കൂടുതലാണ്ട് ഇതിലാണ്ട് പറഞ്ഞു തരുന്നുണ്ട്. സാധാരണ പല സ്ഥലങ്ങളിലും പല കടക്കാരും അവരുടെ സീക്രട്ടുകൾ പറഞ്ഞു തരുന്നു. പക്ഷെ എന്റെ അനുഭവം കൊണ്ട് പറയാൻ പറയും, ഇതുവരെ ഞാൻ എറണാകുളത്തൊരു കടയിലേ അവര് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കായിരുന്നു. ഞാൻ അവസാനം അവരോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഉച്ചക്ക് കപ്പ മീൻകറി സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവര് ഉച്ചരിച്ചിട്ട് അവര് കപ്പ മീൻകറി ആക്കി. അവസാനം കപ്പക്കട അത് പേര് വന്നു മനസ്സിലായേ. നമ്മുടെ കപ്പ എന്നല്ല പറയുന്നത്, കൊള്ളി ദോശ. തൃശ്ശൂര് കൊള്ളി ദോശ. ഞാൻ രാവിലെ കടല മേടിച്ചത് നിങ്ങൾ തൃശ്ശൂരിന്ന് വരവർക്ക് കടല ദോശയൊക്കെ പ്രശ്നമില്ലേ. കംപ്ലീറ്റ് കോരി എടുത്തുട്ടാ. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. വെളിച്ചെണ്ണ ഒഴിക്കണോട്ടാ. ഇത് സവാള, മുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറു കുരുകുരു അരിഞ്ഞത് സംഭവം.
അപ്പൊ ഇതെല്ലാം ഒക്കെ കൂടിയിട്ട് ഇതിലേക്ക് ഇടണു. ഏത് ഈ വെളിച്ചെണ്ണ ചൂടായിട്ടാ നമ്മളിത് ഇളക്കണം കേട്ടാ. അതെ ഇപ്പൊ എനിക്ക് ഈ വരിക്കാശ്ശേരി വനര മുന്നിലൊക്കെ ഇരുന്നിട്ട് പാചകീനെ പോലെ ഫീൽ തോന്നുന്നുണ്ടാ. അതെ നമ്മളെന്തിലും എങ്ങനെ വേണേലാവും. നമ്മുടെ കൂടെ നടക്കുന്ന ആളെ എങ്ങനെയാണോ ആ രീതിയിൽ പോവാ. രാത്രി ഇവിടെ കിടന്നുറങ്ങേണ്ടി വന്നു. ആൾക്ക് ഇങ്ങനെ നല്ല സ്ഥലം വേണം, കട്ടില് വേണം, കിടക്കാണ്, ഒരു നിർബന്ധമില്ല. ഏത് പോരമ്പരായാലും ഏത് സ്ഥലത്തായാലും ഞാൻ കിടന്നു മനസ്സമാധാനം നമ്മള് സബോള എത്ര 2 അല്ല 2 സബോള എടുത്തിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, ഇഞ്ചി ഇത്തിരി കൂടുതൽ എടുത്തിട്ടുണ്ട്, പച്ചമുളക് ഒരു 5-6 എടുത്തിട്ടുണ്ട് കേട്ടാ. ഇഞ്ചി നാടൻ ഇഞ്ചി കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ചിലവര് ഇഞ്ചി തൊലി കളയാണ്ട് ചതച്ചിടും. ചില ആളുകളൊക്കെ ഇല്ലേ വല്ല ധൃതിയുള്ള ഹോട്ടലുകാരൊന്നും ഈ വെളുത്തുള്ളിയുടെ തൊലിയും കളയില്ല, ഇഞ്ചിയുടെ തൊലിയും കളയില്ല, അങ്ങനെ തന്നെ ചതച്ചാണ്ട് ഇടും. ഈ വെളുത്തുള്ളിയൊക്കെ അതിൽ തന്നെ അലിഞ്ഞു ചേരും. കാന്താരി മുളക് കിട്ടാൻ നല്ലതാട്ടോ. കാന്താരി മുളക് കിട്ടാൻ നല്ലതാ. ഇനി ഇത് നന്നായി ഇളക്കാം. പ്രദീപ് വേപ്പില പൊടിയാൻ പോയി. വേപ്പില കുറച്ച് കഴിഞ്ഞിട്ട് ഇടണം. അപ്പൊ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളോട് ഇട്ടോളാൻ പറഞ്ഞു. അപ്പൊ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി നമ്മൾ ഇതിലിടണം. പിന്നെ ഒരു മല്ലിപ്പൊടിട്ടാ. പിന്നെ നമ്മള് മുളക് പൊടിട്ടാ. ഗരം മസാല പൊടി. എന്നിട്ട് നമ്മളിത് ഇളക്കണം കേട്ടാ. ഇപ്പൊ പൊടി ഐറ്റംസുകൾ ഒരുവിധം ചേർത്ത് കഴിഞ്ഞു കേട്ടാ. ഒരു പ്രത്യേക ഭംഗി വന്ന് തുടങ്ങിയില്ലേ, എന്തുട്ടതിൻ്റെ ഗ്ലാമർ അല്ലേ. മസാലകൾ നന്നായി അങ്ങോട്ട് മുരിഞ്ഞ് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു തക്കാളി അരിഞ്ഞത് ഇടണു. ഒരു തക്കാളി കുഞ്ഞിനെ അരിഞ്ഞിടണു കേട്ടാ. കറിവേപ്പില, വേപ്പില ഇരുന്നോട്ടിലേക്ക് കറിവേപ്പില. ഒരു അടിപൊളി കുഴമ്പ് വരുവായി. ഇത് ഗ്ലാമറായി കാണാൻ അടിപൊളി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടണം കേട്ടാ. ആ കേട്ടോ, നല്ല ഗ്ലാമർ സാധനമായിട്ടാ. നല്ല പിടിപ്പ് ചങ്കനായി. മതി വേപ്പില, മതി വേപ്പില. ആളിട്ടുകൊണ്ടിരിക്കുക മറ്റേ ഹോമം ചെയ്തിന് ഇതിടണ പോലെ നെയ്യ് അരിയാത്തിനെ പോലെ. ഇനി അതങ്ങനെ ഇടാൻ നല്ലത്. ഇനി എനിക്ക് അരച്ചിട്ടാ. ആഹാ കലക്കി ചട്ടി നമ്മുടെ അത്ര വലിപ്പമുള്ളതല്ല. അപ്പൊ ഉരുളിയാണെങ്കിൽ രസമായിരുന്നു അല്ലേ. ഉരുളി നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഇത്തിരി കറിവേപ്പില ഇതിന്റെ മുകളിൽ വെതറണു. ആള് വിളമ്പി കൊടുക്കണു കേട്ടാ. തൃശ്ശൂരിന്റെ പണൊക്കെ വരുന്നുണ്ട്. ഇതിലാണ്ട് ചേർന്നാരിങ്ങ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ പിഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടിട്ടുണ്ട് കേട്ടാ. ഇങ്ങനെയുണ്ട് പിന്നെ കാര്യം പറ. മീനേച്ചി എന്റെ പോലെയാ, സത്യം മാത്രമേ പറയുള്ളൂ. ടേസ്റ്റ് ഇല്ലെങ്കിൽ ടേസ്റ്റ് ഇല്ല എന്ന് തന്നെ പറയും ഇല്ലേ. വെറുതെ തിന്നാട്ടാ. അങ്ങനെ വെള്ളടിക്കുന്നത് വേണ്ടി പൊടിയാ. ജഗുനിഷ്ടായ ഒറ്റപ്പാലത്ത് വന്നിട്ട് നല്ലൊരു ഫുഡ് ചിക്കൻ വരട്ടിയത്. പേരാരും മറക്കരുത്, ചിക്കൻ വരട്ടിയത്. അത് പ്രതിവേട്ടം പറഞ്ഞത്. ഇത് വരട്ടിയതല്ല, വരട്ടിയത്. ആളെ വരട്ടാതെ ഇടണു, വരട്ടല്ല വരട്ടിയത്. ഞങ്ങള് തൃശ്ശൂർക്കാർ അങ്ങനെ പറയണോ? എന്തൊട്ട് പറയണേ, പൂരത്തിന് അമിട്ടപ്പെട്ട നമ്മളോട് പറയാ ആളുകള് കമന്റ് ഇടും. നമ്മള് നന്നായിട്ട് കഴുകി എടുത്തു. കഴുകി എന്ന് പറയുന്നത് കഴുകി എന്ന് പറയുന്നത്.
അതുപോലെ നമ്മൾ പറയുമ്പോ ഇത്തിരി വരട്ടിയത് എന്നുള്ള ഇത്തിരി വരട്ടിയതെന്ന് ഞാൻ വരട്ടിയത് തന്നെ പറഞ്ഞേ. സ്മോൾ അടിക്കണവർക്ക് ശരി, ആൾക്കാരെ കെടുത്തല്ലേ നല്ല ഒളിപ്പിക്കുക, സ്മോൾ അടിക്കാൻ. ചേട്ടന് ഓരോ സാധനങ്ങൾ ഇടുമ്പോ ചിലവർ കമന്റ് ഇടാറുണ്ട്, ഇന്ന് ഇപ്രാവശ്യം ഈ വീക്കെൻഡിലേക്ക് എന്തിട്ടാണ് വേണ്ടതെന്ന് ആലോചിച്ചിരിക്കുന്നു. സാധനം കിട്ടിയതുകൊണ്ട് അപ്പൊ നല്ലൊരു ഭക്ഷണം, നല്ലൊരു വീട്, എല്ലാം കൊണ്ടും നല്ല ആൾക്കാർ. അതന്നെ, നല്ല ആൾക്കാർ. പാലക്കാടുള്ളവരെ പറ്റി പ്രത്യേകിച്ച് നമ്മൾ പറയാം, നല്ല സ്നേഹമുള്ളവരായിരിക്കും. താങ്ക് യു. അപ്പൊ സ്നേഹം മനസ്സിൽ നിറച്ചുകൊണ്ടിട്ട് ഞങ്ങള് ഇവിടുന്ന് പോവാണ് വീട്ടിലേക്ക്. അടുത്ത റെസിപ്പി പറഞ്ഞുതരാം, അടുത്ത ദിവസം വരിക, അടുത്ത പരിപാടി ചെയ്യാം. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം കേട്ടോ. നമസ്കാരം.